ഹായ് ഗായ്സ്, സ്കൂബയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇവർ തന്നത് ഇവരുടെ സ്പെഷ്യൽ ഫുഡായ ഇട്ടിബന്തായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സൈഡ് വിസിറ്റിങ്ങിന് ഇറങ്ങി കേട്ടോ. ഇവിടെ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങണം. അതിന് വേണ്ടിയിട്ട് നജു ബ്രോയും നമ്മളെ കൂടെയുണ്ട്. ഇതുവഴിയൊക്കെ ട്രാവൽ ചെയ്യുക ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ഫുൾ തെങ്ങും കടലും നല്ല രസമായിരുന്നു കേട്ടോ. അധികം തിരക്കൊന്നും ഇല്ലാത്ത റോഡ്, നല്ല പീസ്ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ നജീബ് ബ്രോ നമ്മൾ ഓരോ പ്ലേസിലായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ് കേട്ടോ. ഇത് ഇവരുടെ പഞ്ചായത്ത് ചെട്ടി സ്ഥലമാണ്. അങ്ങനെ ഇവിടെ ഞങ്ങൾ വന്ന് കുറച്ചേരം ഇവിടെ നല്ലോണം എൻജോയ് ചെയ്ത് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ലഗൂൺ ബീച്ചിലാണ് കേട്ടോ. ലഗൂൺ ബീച്ചിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടാണ് പോയത്. ഇതും പ്രത്യേക ഒരു വൈബ് സ്ഥലം തന്നെയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തിന്നക്കര ഐലാൻഡ് കാണാം. അങ്ങനെ ഇവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇവരുടെ ഈസ്റ്റ് ഭാഗത്തോട്ടാണ് പോയത് കേട്ടോ. ഇവിടെ മെയിനായിട്ടുള്ള പ്ലേസാണ് ഇവരുടേത്. ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവരിവിടെ വരുത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് വന്ന് ഇറങ്ങുന്നത്. ഇവിടെ മെയിനായിട്ടുള്ള സ്ഥലം ഇവിടെയാണ് കേട്ടോ. വെഹിക്കിൾസ്, ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെയാണ് കേട്ടോ കൊണ്ടിറക്കുന്നത്. ഈ കപ്പൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യുമെന്നാണ് പറയുന്നത്. സാധനത്തിൻ്റെ ഇതുപോലെ ഇരിക്കും. ഇവിടെ 2-3 ദിവസം ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഈ കപ്പൽ തിരിച്ചു പോകുന്നത്. അത്രയും സാധനങ്ങൾ കാണും. അങ്ങനെ ഇവിടുത്തെ മെയിൻ പ്ലേസും ഇവിടുത്തെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നാളെയും ആക്ടിവിറ്റീസ് കാണും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.